എന്താണ് എസ് ക്വസ്റ്റ്യൻസ്? സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്. ഞാൻ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അതിന് പോസിബിൾ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ഒരു ചോദ്യം, ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ റോൾ ഇൻ യുവർ കമ്പനി? അതായത് സാറിന്റെ ഈ ബിസിനസ്സിലുള്ള റോളിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അങ്ങനെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റോറി പറയും, അയാൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതെന്ന് പറയും, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള പറയും, നേരത്തെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു 3 to 5 minutes അദ്ദേഹം സംസാരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മോർ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്. അങ്ങനെ വ്യക്തമായ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകും. രണ്ടാമത്തെ, എന്തൊക്കെ ടൂളുകളാണ് സാർ ഈ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്? ആ ബിസിനസ്സിന് വേണ്ട ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വന്ന വ്യക്തിയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയും ഏതൊക്കെ ടൂളുകളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ആ യൂസ് ചെയ്യുന്നതിലൂടെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതും അതിനകത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെയകത്ത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു ദിവസം സാർ ഓഫീസിൽ എങ്ങനെയാണ് ചെലവിടുന്നത് ഒന്ന് പറയാമോ സാർ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെക്കുറിച്ച് പറയും. ഞാൻ രാവിലെ 9 മണിക്ക് ഓഫീസിൽ വരുന്നു. ആദ്യം ഞാൻ ഫയലുകളെല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ടീം മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തിൽ ആരൊക്കെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സമയത്താണെന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾ നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തൊരു ചോദ്യമാണ്, എന്തൊക്കെയാണ് സാറിന്റെ ഈ വർഷത്തെ ടോപ്പ് പ്രിയോറിറ്റി, അല്ലെങ്കിൽ സാറിന്റെ ഈ വർഷത്തെ ഗോൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് ഗോളുകളെ കുറിച്ചിട്ട് പറയും. ലെറ്റ്സ് സേ എനിക്ക് ഈ വർഷം 50 കോടി ടേൺ ഓവർ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറയും. അപ്പോൾ നമുക്ക് ചോദിക്കാം, സാർ എങ്ങനെയാണ് 50 കോടി ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് സാറിന്റെ പ്ലാൻ? അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാനെ കുറിച്ച് പറയും. അങ്ങനെ പറയുന്ന കോൺവെർസേഷനിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും ഫിറ്റ് ആവുന്നുണ്ടോ? ഇനി നിങ്ങൾ ഈ വർഷത്തെ ടേൺ ഓവർ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻസ് 100% ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാർ എന്തായിരുന്നു ലാസ്റ്റ് ഇയർ ടേൺ ഓവർ, സാർ എത്രയാണ് ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള സിറ്റുവേഷണൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ. അടുത്തൊരു ചോദ്യമാണ്, സാർ എത്രയാണ് സാറിൻ്റെ ബിസിനസ്സിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ്? ചിലപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂളുകൾ പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ആവാം. ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് പർച്ചേസിങ് പവർ ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബഡ്ജറ്റ് ഈ വർഷം ഉണ്ടോ. നിങ്ങളൊരു ഹൈ വാല്യൂ പ്രൊഡക്റ്റാണ് വിൽക്കണമെങ്കിൽ മനസ്സിലാവും ആ വില കൊടുത്ത് മേടിക്കാനായിട്ടുള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതല്ല. അപ്പോൾ ഈ സിറ്റുവേഷണൽ ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ സസ്പെക്റ്റിങ്ങും പ്രോസ്പെക്റ്റിങ്ങും കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും.